വയനാട് മേപ്പാടി 900 കണ്ടിയിലെ എക്കോ പാർക്കിലെ എൻഗോത്ര മ്യൂസിയം ആദിവാസികളെ വിൽപ്പന ചരക്കാക്കുന്നുവെന്ന പരാതിയുമായി ആദിവാസി സംഘടനകൾ രംഗത്ത്. വിവാദങ്ങളെ തുടർന്ന് ഉദ്ഘാടനത്തിൽ നിന്ന് മന്ത്രി OR കേളു പിന്മാറിയിരുന്നു. ട്രൈബൽ മ്യൂസിയം അംഗീകരിക്കാനാകില്ലെന്ന് ആദിവാസി ക്ഷേമ സമിതി പറഞ്ഞു. മ്യൂസിയത്തിലൊക്കെ കൊണ്ട് കരിങ്കുരങ്ങനെ കൊണ്ടിടില്ലേ, എന്നിട്ട് പലർക്കും കണ്ട് ആസ്വദിക്കാൻ പാകത്തിന് അവറ്റകൾക്ക് തീറ്റ ഇട്ട് കൊടുക്കുന്നു. അങ്ങനെയുള്ളതൊക്കെ കാണുമ്പം ഞങ്ങളെ ഇപ്പോഴും മനുഷ്യരായിട്ട് കാണാത്ത ഒരു പറ്റം സമൂഹത്തിൻ്റെ ഇടയ്ക്ക് വിമ്മിഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയെ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഒരു നാണക്കേട് തന്നെയാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അതായത് ഒരു തനതായ ഒരു സാധനം നമുക്കതിൽ സ്ഥിരമായിട്ട് അവർ വെക്കുകയാണെങ്കിൽ പോലും അതെന്താ പറയുക, ഒരു നാടിനെ അല്ലെങ്കിൽ ഒരു ആചാരത്തെ, അനുഷ്ഠാനത്തെ, ഒരു ജീവിതത്തെ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു തരത്തിലല്ല. മേപ്പാടി പഞ്ചായത്തിലെ 900 കണ്ടിയിലെ 900 കണ്ടി എക്കോ പാർക്ക് എന്ന സ്വകാര്യ റിസോർട്ടിൽ പ്രവർത്തനമാരംഭിക്കുന്ന ട്രൈബൽ മ്യൂസിയത്തിനെതിരെയാണ് വിവിധ ആദിവാസി സംഘടനകളും നേതാക്കളും പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ആദിവാസി വിഭാഗങ്ങളുടെ സംസ്കാരത്തെ അടക്കം കച്ചവടമാക്കുന്നതാണ് പദ്ധതിയെന്നാണ് സംഘടനകൾ ഉയർത്തുന്ന ആക്ഷേപം. ആദിവാസി വിഭാഗത്തെ ഒരു പ്രദർശന വസ്തുവായിട്ട് നമ്മളൊരു മനുഷ്യനാണ് എന്ന് പോലും ഒരു പരിഗണന ഇല്ലാത്ത തരത്തിലേക്ക് പ്രൊമോ വീഡിയോ ചെയ്യുക, അതിന്റെ പരസ്യത്തിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത് കാണിച്ചാൽ മറ്റുള്ള എന്താ പറയുക, നമ്മളൊരു ബിസിനസ് പോലെ മറ്റുള്ള ആളുകൾക്ക് ഇത് ആകർഷിക്കപ്പെടും എന്നൊരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പട്ടികവർഗ വകുപ്പിന്റെ മേളയിൽ ആദിവാസി വിഭാഗങ്ങളെ പ്രദർശനമാക്കിയത് വൻ കോലാഹലമുണ്ടാക്കിയിരുന്നു. കേരളത്തിന്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ തന്നെ ഈ കാലാകാലങ്ങളിൽ ആദിവാസികളെ വിറ്റിങ്ങനെ കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ആദിവാസികളുടെ പേരിൽ പ്രോജക്റ്റ് ഉണ്ടാക്കുക, ആദിവാസികളുടെ പേരിൽ പ്രത്യേകം ഫണ്ട് വകയിരുത്തുക, എന്നിട്ട് ഇത് മൊത്തം ഇവിടുത്തെ വേണ്ടപ്പെട്ട ആളുകളെല്ലാം കൂടെ വീതിച്ചെടുക്കുക. അപ്പൊ ആദിവാസികളുടെ പേരും ഇതുകൊണ്ട് മൊത്തം സമ്പന്നരാവുന്നത് മറ്റുള്ളവരും. മന്ത്രി OR കേളു ആയിരുന്നു ട്രൈബൽ മ്യൂസിയത്തിന്റെ ഉദ്ഘാടകൻ. എന്നാൽ വിവാദങ്ങളെ തുടർന്ന് മന്ത്രിയും കൽപ്പറ്റ MLA T സിദ്ദിഖും പരിപാടിയിൽ പങ്കെടുത്തിരുന്നില്ല. ഉദ്ഘാടനത്തിന് പിന്നാലെയാണ് വിവിധ ആദിവാസി നേതാക്കൾ പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. വിഷയത്തിൽ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ആദിവാസി സംഘടനകൾ. രതീഷ് വാസുദേവൻ, ന്യൂസ് മലയാളം, വയനാട്.